ഒരു ദിവസം കൂടി ദാനമായി തന്ന കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ മകനാകുവാൻ അല്ലെങ്കിൽ മകളാകുവാൻ പുതിയതായി ജനിച്ചിരിക്കണം. അതായത് വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും മാറണം എന്നർത്ഥം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ മാസത്തെക്കാളും കഴിഞ്ഞ ദിവസത്തെക്കാളും തന്നിൽ തന്നെ ഒരു വ്യത്യസ്തത കരുതുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ, സംസാരത്തിൽ, ആലോചനകളിൽ ദൈവത്തെ മുൻനിർത്തിയുള്ളതാണോ നമ്മുടെ ജീവിതം? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതക്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ട്. അതുകൊണ്ട് നിരാശപ്പെടാതെ ഇപ്പോൾ ഉള്ള വേദനകൾ കടന്നു പോകും. ആകുലപ്പെടുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ എന്ന് തിരുവചനം ചോദിക്കുന്നു. ഇത്രയും നാൾ ആകുലപ്പെട്ടതുകൊണ്ട് ഒന്നും നേടാനായിട്ടുമില്ല. പിന്നെയോ എപ്പോഴേക്കോ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ആവശ്യമില്ലാതെ കടന്നു വരുന്നു. ഭയത്തിനും നിരാശകൾക്കും ശക്തി കൂടുന്ന ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും നമുക്ക് മാറ്റിക്കളയാം. പ്രത്യാശയുടെ, അനുഗ്രഹത്തിൻ്റെതായ ചിന്തകൾ വിശുദ്ധിയോടെ മനസ്സിൽ താലോലിക്കാം. കർത്താവിനോട് നമുക്ക് ആലോചന നടത്താം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഇന്നലകളെ, വർഷങ്ങളുടെ കണക്കുകളെ തിരികെ തരുവാൻ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. ഒരു കാര്യം നാം എപ്പോഴും ശ്രദ്ധിക്കണം. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു: നിനക്കുള്ള വിശ്വാസത്തെ നിനക്കും ദൈവത്തിനും ഇടയിലായി മാത്രം സൂക്ഷിക്കുക. യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്തം ചിന്തി കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവിടുത്തോട് ചേർന്ന് കർത്താവിൻ്റെ ക്രൂശിലെ പീഡകളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വരുന്ന സകലവിധമായ ദുഷ്ടശക്തികളെയും ചെറുത്തു നിൽക്കുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. ആമേൻ. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. ഹല്ലേലൂയ. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. ഇനി പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കും. യേശുവിന്റെ നാമത്തിൽ എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. നമ്മുടെ രോഗങ്ങളെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ തിരുമുറിവുകളിൽ സൗഖ്യമുണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി തൻ്റെ അടിപ്പിണരുകളാലെ സൗഖ്യം കർത്താവ് ഇതാ നമുക്ക് വിശ്വാസത്തോടു കൂടി കടന്നു ചെന്ന് നമുക്ക് കർത്താവിൻ്റെ അടുത്ത് സൗഖ്യം നേടാം. യേശു തന്റെ അടിപ്പിണരാൽ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാൽ സൗഖ്യത്തിൻ ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം.
നമ്മുടെ സകല പാപങ്ങളും ഏറ്റെടുത്ത കർത്താവിൻ്റെ തിരുമുമ്പിൽ ചെന്നുകൊണ്ട് നമുക്ക് അവിടുത്തോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി കുരിശിൽ മരിച്ച കർത്താവായ യേശുവേ, ഇനി പാപത്തിന് ഞങ്ങളുടെ മേൽ ഭരണമില്ല കർത്താവേ. ഒരു തകർച്ചയ്ക്കും ഞങ്ങളുടെ മേലെ അവകാശമില്ല കർത്താവേ. അങ്ങ് തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാൽ പാപത്തിൻ മുഖം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും കർത്താവിൻ്റെ സംരക്ഷണവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.